നമുക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളെ കുറിച്ച് നോക്കാം. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറെ ആൾക്കാർ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടറുകൾക്ക് പകരമായിട്ട് വീടുകളിലായിട്ടും ഹോസ്പിറ്റൽസിലും ക്ലിനിക്കുകളിലൊക്കെ നമുക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ വീടുകളിലൊക്കെ കൂടുതൽ ആൾക്കാരും ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മിക്ക ആൾക്കാർക്ക് അറിയില്ല. സ്വന്തമായിട്ട് വാങ്ങുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ടെക്നീഷ്യൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷെ പാലിയേറ്റീവ് കെയർ എന്നൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊന്നും കറക്റ്റ് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് മോഡലിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഉണ്ട്. നമുക്ക് പല സ്പെസിഫിക്കേഷനായിട്ടും അതേപോലെ പല കമ്പനികളുടെ പല മോഡലുകൾ വരുന്നുണ്ട്. എല്ലാ മോഡലുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞുതരാം. മെഷീൻ പരമാവധി നമുക്ക് ഓവർ ഹീറ്റ് ആവാത്ത രീതിയിൽ വെച്ചിട്ട് വേണം മെഷീൻ ഉപയോഗിക്കാൻ. അതായത് മെഷീന്റെ ചുറ്റും നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടാവുന്ന രീതിയിൽ വെക്കണം. അതായത് ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് ഉപയോഗിക്കരുത്. മെഷീന്റെ ചുറ്റും നമുക്ക് 1.5-2 അടിയെങ്കിലും ചുറ്റും എയർ സർക്കുലേഷൻ കിട്ടാവുന്ന രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ മെഷീൻസ് വെക്കുമ്പോൾ മെഷീന്റെ അടിയിലായിട്ട് നമ്മൾ ചവിട്ടി ഇട്ട് കൊടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. നമുക്ക് മെഷീൻ സാധാരണ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീന്റെ ഫിൽറ്ററുകൾ ക്ലീൻ ചെയ്യേണ്ടത്. ഓരോ മെഷീൻസിന് ഇതിനാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഫിൽറ്റർ കാണാം. ഇവിടെയായിട്ട് നമുക്കൊരു ക്യാബിനറ്റ് ഫിൽറ്റർ വരുന്നുണ്ട്. അതുപോലെ ഇതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെപ്പ ഫിൽറ്ററും വരുന്നുണ്ട്. ഓരോ മെഷീനുകൾക്കും അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ ഈ മെഷീൻ നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് അറിയുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു ക്യാബിനറ്റ് ഫിൽറ്റർ വരുന്നുണ്ട്. ഈ ക്യാബിനറ്റ് ഫിൽറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഹെപ്പ ഫിൽറ്റർ വരുന്നുണ്ട്. ഈ ക്യാബിനറ്റ് ഫിൽറ്റർ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ക്യാബിനറ്റ് ഫിൽറ്റർ നമുക്ക് കാണാവുന്ന രീതിയിലാണ് വെച്ചിട്ടുണ്ടാവാം. ഇത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മൾ ഡസ്റ്റ് കയറുന്നതനുസരിച്ചിട്ട് അതെടുത്തിട്ട് നമ്മൾ നന്നായി പൊടി തട്ടിയിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്ത് വെക്കും. നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക വെച്ചാൽ ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് നന്നായി ഡസ്റ്റ് കയറും. ഈ ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു സിയു മോളിക്യൂൾ ഉണ്ട്. അതാണ് ഓക്സിജൻ ഉണ്ടാക്കുന്ന സംഭവം. അതായത് നമുക്ക് ഓക്സിജൻ വേർതിരിച്ചെടുക്കുന്നത് അതിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ഒന്നും ക്ലീൻ ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെഷീൻ പെട്ടെന്നായിട്ട് ഡാമേജ് ആവും. അങ്ങനെ ആകുമ്പോൾ എന്താണ്ടാവുക വെച്ചാൽ കുറേ നാൾ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടാത്ത പോലെ ഒരു ഫീലിംഗ് വരും. കാരണം നമുക്ക് ഇതിനകത്ത് ഹ്യൂമിഡിഫയറിൽ ബബിളൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ അതിൽ അവർക്ക് വെച്ചിട്ട് ഓക്സിജൻ മതിയാവുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ സി മോളിക്യൂൾ ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ടാവും. അതായത് മെഷീൻ്റെ ഓക്സിജൻ ഉണ്ടാക്കാനുള്ള കഴിവ് കുറയും. അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ എപ്പോഴും നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ ക്ലീൻ ചെയ്യലും അതുപോലെ തന്നെ ഹെപ്പ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുകയും ചെയ്യണം. ഓരോ കമ്പനികൾക്കും ഓരോ തരത്തിലുള്ള ഫിൽറ്ററുകളാണ് വരാം. ഈ കമ്പനിയുടെ വരുന്നത് വേറെ ഒന്നാണ്. ഇതിൻ്റെ ഇവിടെയായിട്ട് നമുക്കൊരു ക്യാബിനറ്റ് ഫിൽറ്റർ വരുന്നുണ്ട്. ഇതിൽ പിന്നെ ഇതായിട്ട് ഹെപ്പ ഫിൽറ്റർ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഓക്സിജൻ ഫിൽറ്റർ വരുന്നുണ്ട്. ഓക്സിജൻ ഫിൽറ്റർ ഒരുവിധം എല്ലാ കമ്പനികൾക്കും ഉണ്ടാവും. അത് ഉള്ളിലാവും വരാം. ഈ മെഷീനിന് മാത്രം അവിടെ പുറത്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഹെപ്പ ഫിൽറ്റർ നമുക്ക് ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഹെപ്പ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുക. ഈ ഹെപ്പ ഫിൽറ്റർ ഒക്കെ നോക്കി നന്നായി ഡസ്റ്റ് കയറിയിട്ടുണ്ട്, കറുത്തിട്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡസ്റ്റ് കയറുമ്പോൾ ഹെപ്പ ഫിൽറ്റർ നമ്മൾ മാറ്റും.